ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ക്യാരറ്റ് കൊണ്ട് നല്ലൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റാണ്, നല്ല വിറ്റാമിൻ ഉള്ളതാണ് താനും. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഒരു ഗ്രേറ്റ് ചെയ്ത് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക, വിനാഗിരി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് വേണം അതിൽ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കാൻ. ആദ്യം തന്നെ നമ്മൾ ബ്രെഡിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. ബട്ടർ തേച്ചിട്ടാണ് ആ ഇൻഗ്രീഡിയൻറ്റ് ഇത് ഫില്ല് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് താനും. പിന്നെ ക്യാരറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ദേഹത്ത് എത്തും. സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ സാൻഡ്വിച്ച് തയ്യാറാക്കാം. ക്യാരറ്റ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 4 സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ബ്രെഡായാലും കുഴപ്പമില്ല, ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാകുമ്പോൾ നല്ല ലൈറ്റായിരിക്കും ചെയ്യും, പിന്നെ ഇത്തിരി വലുപ്പമുണ്ടാവും ചെയ്യും. അതിൻ്റെ അരിവശമൊക്കെ നമുക്ക് വൃത്തിയിൽ കളയണം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പ്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി, ഒലിവ് ഓയിൽ, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം സാൻഡ്വിച്ചിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട്. പിന്നെ ബട്ടറും 1 ടേബിൾ സ്പൂൺ ബട്ടറും. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ അരിവശം കളയാം. അപ്പോൾ സാൻഡ്വിച്ചിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. കോൺ ഷേപ്പ്, ഏത് ഷേപ്പ് വേണമെങ്കിൽ ആക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുക്കണം. നമ്മുടെ ബ്രെഡ് ശരിയായിട്ട് പിന്നെ ഒരു ബൗളെടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് 1 നുള്ള്, പഞ്ചസാര, പാകത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒലിവ് ഓയിൽ 1/2 ടീസ്പൂൺ. ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് വേണം നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ പരട്ടാനായിട്ട്. ആദ്യം ബ്രെഡ് നമ്മൾ നേരത്തെ അരിക്ക് മുറിച്ച് വെച്ച ബ്രെഡ് എടുത്ത് ബട്ടർ തേക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റും ഒലിവ് ഓയിലും ഷുഗറും ഉപ്പൊക്കെ കൂടി ചേർത്ത് വെച്ചത് 1 സ്പൂൺ എടുത്ത് തേച്ച് പിടിപ്പിക്കാം. വെജിറ്റബിൾ സാൻഡ്വിച്ചിനത് ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ച് നമുക്കിങ്ങനെ വയ്ക്കാം. നമ്മുടെ ഒരു സാൻഡ്വിച്ച് റെഡി. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ബ്രെഡ് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ മുറിക്കും. ഇനി വേണമെങ്കിൽ നമുക്കിത് കോൺ ഷേപ്പിൽ മുറിക്കാം. സർഗം കിച്ചണിൽ
നമുക്കിന്ന് ടൊമാറ്റോ കൊണ്ട് ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ചിന് സിമ്പിളായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. ടൊമാറ്റോ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടൊമാറ്റോ പിന്നെ കുരുമുളക് പൊടി അങ്ങനെ ജസ്റ്റ് 1-2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയുള്ളത്. വിനാഗിരി അങ്ങനെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. നമുക്ക് ജസ്റ്റ് തക്കാളി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് തോലൊന്ന് ഉരിഞ്ഞെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടി വരൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സിയിലടിക്കുക. എന്നിട്ട് തയ്യാറാക്കിയത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടമാവും ചെയ്യും. ടൊമാറ്റോ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി 2 ടൊമാറ്റോ, 4 സ്ലൈസ് ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഈ തക്കാളി നല്ല ചൂടുള്ള വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് മൂടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെ ഇട്ട് വെച്ച് തോല് കളഞ്ഞ തക്കാളിയും മുളക് പൊടി 1/2 ടീസ്പൂണും ഉപ്പും കുരുമുളക് പൊടിയും വിനാഗിരിയും കൂടി നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് ബ്രെഡിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ആണത്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് അരിവശം മുറിക്കാം. ബ്രെഡ് എടുത്ത് നമുക്കിതിൻ്റെ അരിവശമൊക്കെ സ്ലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാം. നാലെണ്ണത്തിൻ്റെ അരിവശം ക്ലീൻ ചെയ്യും. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിവശം ഇങ്ങനെ മുറിച്ച് കളയുന്നത്. അപ്പം നല്ല നമുക്ക് വാങ്ങിക്കണ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ 4 എണ്ണം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡുമ്മേ നമ്മൾ നേരത്തെ ചെയ്ത മസാല പരട്ടി വയ്ക്കുക. അത്രയുള്ള വളരെ സിമ്പിളാണ്. ഓരോന്നെടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് പരട്ടി, അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ബ്രെഡിന് ഒരു പുളിയും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് പരട്ടി വയ്ക്കാം. നല്ലത്തിൽ പരട്ടി വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അത് അങ്ങനെ യോജിപ്പിച്ചാൽ മതി. തക്കാളി സാൻഡ്വിച്ച്, ടൊമാറ്റോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്കിനി ഇങ്ങനെ കോൺ ഷേപ്പിൽ മുറിക്കാം. നമ്മുടെ ടൊമാറ്റോ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ പൈനാപ്പിൾ കൊണ്ട് ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾസിൻ്റെ ഒരു 4 കഷ്ണം മതി. അതൊരു 1/4 കപ്പോളം സ്ലൈസായിട്ട് അരിയണം. പിന്നെ കറുവാപ്പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ്, പിന്നെ ബട്ടറും ചീസും വേണം. അത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ബ്രെഡുമ്മ പരട്ടുക. അതിന് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ സ്ലൈസ് ചെയ്തത് വെക്കുക. പിന്നെ അത് ജസ്റ്റ് കവർ ചെയ്യുക. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും കറുവാപ്പട്ടയും കൂടി ഇടുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കും. ഒരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത്. പൈനാപ്പിൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പോളം പൈനാപ്പിൾ നല്ല കനം കുറച്ചിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 4 സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, കറുവാപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ,
ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ അരിവശമൊക്കെ ക്ലിയർ ആക്കണം. 4 ബ്രെഡിൻ്റെ അരിവശം ഇങ്ങനെ മുറിച്ച് ക്ലിയർ ആക്കണം. അപ്പോൾ സാൻഡ്വിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണ പോലെ തന്നെ ഇരിക്കും. കത്തി കൊണ്ട് ഇങ്ങനെ അരിവശം. ഈ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാം, നല്ലത് തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡ് ജസ്റ്റ് ഒന്ന് മുരിച്ച് കഴിക്കുമ്പോൾ ഈ അരിവശം മുരിച്ചത്. ചീസ് ഗ്രേറ്റ് ചെയ്യാം. ചീസ് ചെറുതിൽ ഗ്രേറ്റ് ചെയ്യാം. നമുക്കതിൽ ചീസും ബട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്യാം, ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ട്. ചീസ് ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ കിട്ടും. അതും പിന്നെ ബട്ടറും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് അത് പരട്ടാം. അത് നമുക്ക് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് പരട്ടാം. ബ്രെഡിൻ്റെ മറ്റേ സ്ലൈസ് കൊടുത്തിട്ട് ഇതുപോലെ പരട്ടി വയ്ക്കാം. ചീസും ബട്ടറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അതിൻ്റെ ഉൾവശത്തൊന്ന് പരട്ടി വയ്ക്കും. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉപ്പും കുരുമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക, രണ്ടും കൂടിയിട്ട്. എന്നിട്ട് ഈ ബ്രെഡ് പരട്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ വയ്ക്കുക. കനം കുറച്ച് അരിയണം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞില്ലെങ്കിൽ സാൻഡ്വിച്ച് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൊന്തിക്കും. പിന്നെ കറുവാപ്പട്ട പൊടിച്ചതിന് പൊടിയത് അതും ഇതിലേക്ക് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി അടയ്ക്കും. നമ്മുടെ സാൻഡ്വിച്ച്, പൈനാപ്പിൾ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഓരോന്നെടുത്ത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കട്ട് ചെയ്യും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.